ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ, അതുപോലെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, സബ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ IT ലെവൽ ഇലക്ട്രീഷ്യൻ എക്സാംസിന് എല്ലാം കോച്ചിങ് നടക്കുന്നുണ്ട്. ടെലഗ്രാമിലാണ് നമ്മുടെ കോച്ചിങ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 38 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതെല്ലാവരും കാണുക. നമുക്ക് 39 ഇന്നത്തെ ക്ലാസ് നോക്കാം. അപ്പോൾ നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമി ലൈവായിട്ട് 3 hours നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ലൈവ് ഡിസ്കഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നാളത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ ആ ലിങ്ക് അമക്കി അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേരള PSC ടൈപ്പ് ചെയ്ത് മൈ റെഫറൽ കോഡ് CINUANCI ക്യാപിറ്റൽ ലെറ്റർ CINUANCI ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഈ ലിങ്ക് ഓപ്പൺ ആകാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Kirchhoff voltage law is a restatement of Kirchhoff voltage law is a KVL is a restatement of principle of conservation of charge, principle of conservation of energy, both A and B, none of the above. ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. KVL എന്ന് വെച്ചാൽ എന്തിൻ്റെ റീസ്റ്റേറ്റ്മെൻ്റ് ആണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ കോയിൽ ഈസ് ഡബിൾഡ്, ഇറ്റ്സ് ഇൻഡക്റ്റൻസ്. നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ കോയിൽ ഡബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻഡക്റ്റൻസിന് എന്താവും? ഡിക്രീസസ് 2 times ആണോ, ഡിക്രീസസ് 4 times ആണോ, ഇൻക്രീസസ് 2 times ആണോ, ഇൻക്രീസസ് 4 times ആണോ? ഏതാണ്? നമുക്കൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡക്റ്റൻസ് L = μ0 × n² A ഡിവൈഡഡ് ബൈ L, വേർ μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ, A എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ, L ലെങ്ത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇൻഡക്റ്റൻസ് L എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n² ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ കോയിൽ ഡബിൾ ആകുമ്പോൾ ഇൻഡക്റ്റൻസ് എന്താവും? ഇറ്റ് വിൽ ഇൻക്രീസസ് 4 times. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇനി 3-phase പവർ മെഷർമെൻറ്റ് യൂസിങ് 2 wattmeter method, both the wattmeters are reading positive and equal. This is because അപ്പോൾ നമ്മൾ 3-phase പവർ മെഷർമെൻറ്റിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ടേബിളൊക്കെ വെച്ച് വാട്ട്മീറ്ററിൻ്റെ ഓരോ വാട്ട്മീറ്ററിനും എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ആ ഒരു ലാഗും ലീഡും ഒക്കെ ഉള്ള ഒരു ടേബിളിൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കാണാത്തവരത് കാണുക. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 3-phase പവർ മെഷർമെൻറ്റ് യൂസിങ് 2 wattmeter മെത്തേഡ്, ബോത്ത് ദി വാട്ട്മീറ്റേഴ്സ് ആർ റീഡിംഗ് പോസിറ്റീവ് ആൻഡ് ഈക്വൽ. 2 വാട്ട്മീറ്റർ W1 ഉം W2 ഉം റീഡിംഗ് പോസിറ്റീവും ഈക്വൽ ആണ്. ദിസ് ഇസ് ബിക്കോസ് എന്താണ്? ലോഡ് എന്ന് പറഞ്ഞാൽ പ്യൂർലി റെസിസ്റ്റീവ് ആണോ, ലോഡ് പവർ ഫാക്ടർ ഇസ് 0.5 ആണോ, ഫേസ് സീക്വൻസ് ഇസ് RBY ആണോ, ലോഡ് ഈസ് പ്യൂർലി കപ്പാസിറ്റീവ് ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ലോഡ് ഈസ് പ്യൂർലി റെസിസ്റ്റീവ് ആണ്. ബോത്ത് വാട്ട്മീറ്റേഴ്സ് ആർ റീഡിംഗ് പോസിറ്റീവും ഈക്വൽ ആണെങ്കിൽ ലോഡ് എന്ന് പറഞ്ഞാൽ പ്യൂർലി റെസിസ്റ്റീവ് ആണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, a DC source of EMF E volt and internal resistance ഉണ്ട്. R ohm is connected to a variable load and it is adjusted such that load abstract maximum power from the source. The current drawn from the source is, ഒരു DC source ഉണ്ട്, EMF E volt, internal resistance ഉണ്ട്, it is connected to ഒരു variable load R ohm ഉണ്ട്, such that എന്താണ്? ലോഡ് എന്ന് പറയുന്നത് മാക്സിമം പവർ ഫ്രം ദി സോഴ്സിൽ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് I കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ 4E/R ആണോ, 2E²/R ആണോ, E/R ആണോ, E/2R ആണോ? ഏതാണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് I = എന്താണ്? നമ്മൾ DC സോഴ്സ് ആണ്. I = E/R+R. നമ്മൾ ഇൻ്റർ റെസിസ്റ്റൻസ് കൊണ്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ R ആണ്. അപ്പോൾ 2 R കൂടെ സെയിം. അപ്പോൾ എത്ര കിട്ടും? E/2R. D ആണ് വരുന്ന ആൻസർ. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, the minimum number of NAND gates required to implement a NOR gate. Minimum number of NAND gates required to implement a NOR gate എത്രയാണ്? 1, 3, 2, none of the above. It is option D, none of the above ആണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് NAND gates ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നമ്മൾ NOR gate ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് A and B ആർ ബൂളിയൻ വേരിയബിൾസ്, ദ ബൂളിയൻ എക്സ്പ്രഷൻ A + AB ഈസ്. ഓക്കെ, എയും ബിയും ബൂളിയൻ വേരിയബിൾസ് ആണെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻ A + AB. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആസ് പെർ നമുക്ക് അബ്സോർബേറ്റീവ് ലോ അനുസരിച്ച് എന്താണ്? A + AB എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു A ആണ്. D ആണ് വരുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഓറിൻ്റെ ഒരു അബ്സോർപ്ഷൻ ലോ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആൻഡിൻ്റെ തന്നെ അബ്സോർപ്ഷൻ ലോ ഉണ്ട്. അതെന്ന് വെച്ചാൽ A × A + B, A × A + B = A ആണ്. ഇതാണ് നമ്മുടെ ആൻഡിൻ്റെ അബ്സോർപ്ഷൻ ലോ. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓറിൻ്റെ അബ്സോർപ്ഷൻ ലോയാണ്. A + AB എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊന്ന് നോക്കുക.
അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ എമംഗ് അലുമിനിയം, കോൺസ്റ്റാൻ ആൻഡ് മെർക്കുറി, കാർബൺ ഹാവ് ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി? അലുമിനിയം ആണോ, കോൺസ്റ്റാനൻ ആണോ, മെർക്കുറി ആണോ, കാർബൺ ആണോ? ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി ആർക്കാണ് കൂടുതലായിട്ട്? ഓപ്ഷൻ ഡി, കാർബൺ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എ 2 ടെർമിനൽ ഡിവൈസ് റെസിസ്റ്റൻസ് ഡിക്രീസസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ദ ഡിവൈസ് ഈസ്, ഒരു 2 ടെർമിനൽ ഡിവൈസസിൽ റെസിസ്റ്റൻസ് കുറയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ. അങ്ങനെ ഡിവൈസ് ആണെങ്കിൽ എന്താണ്? മെയ്ഡ് അപ്പ് ഓഫ് എ മെറ്റൽ ആണോ, ഒരു സെമി കണ്ടക്ടർ ആണോ, ഡയലക്ട്രിക് ആണോ, നൺ ഓഫ് ദി എബോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, സെമി കണ്ടക്ടർ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് എമംഗ് ദി ഫോളോയിങ് ഹാസ് 2 ഫുള്ളി സ്റ്റേബിൾ സ്റ്റേറ്റ്? 2 ഫുള്ളി സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ള ആർക്കാണ്? എസ്റ്റേബിൾ ആണോ, സ്വീപ്പ് ആണോ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ, നൺ ഓഫ് ദി എബോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് 2 ഫുള്ളി സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളത്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേഷൻ സിസ്റ്റം പ്രഷർ വേരിയേഷൻസ് ഡ്യൂ ടു റാപ്പിഡ് ചേഞ്ചസ് ഇൻ വെലോസിറ്റി ഓഫ് വാട്ടർ ഈസ് മിറ്റിഗേറ്റഡ് യൂസിങ്. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ജനറേഷൻ സിസ്റ്റം ഉണ്ട്, അതിൽ പ്രഷർ വേരിയേഷൻസ് ഡ്യൂ ടു റാപ്പിഡ് ചേഞ്ചസ് ഇൻ വെലോസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ആര് യൂസ് ചെയ്താണ്? ടെയിൽ റേസ് പൈപ്പ് ഉപയോഗിച്ചാണോ, പെൻ സ്റ്റോക്ക് ആണോ, സർജ് ടാങ്ക് ആണോ, നൺ ഓഫ് ദി എബോ? ഇറ്റ് ഇസ് ഓപ്ഷൻ സി, സർജ് ടാങ്ക് ആണ്. ഓക്കെ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ പെർമിസിബിൾ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ് സ്റ്റീൽ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫോമർ കോർ ഈസ് അറൗണ്ട്. എത്രയാണ് പെർമിസിബിൾ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ് സ്റ്റീൽ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫോമർ കോർ ഈസ് അബൌട്ട് 1.7 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണോ, 2.7 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണോ, 3.5 ആണോ, 0.5 ആണോ? ഏതാണ് വരുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്, 1.7 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ. ഇതൊക്കെ നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻ ഡിസൈനിലൊക്കെ പഠിക്കുന്ന പോർഷൻസ് ആണ്, ട്രാൻസ്ഫോമർ ഡിസൈനിലൊക്കെ വരുന്നതാണ്. കോൺസ്റ്റൻ്റ് ആണ്, വാല്യൂസ് കാണാതെ പഠിക്കുക. ഓക്കെ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ നെയിം പ്ലേറ്റ് ഓഫ് ആൻ എനർജി മീറ്റർ റീഡ്സ് 1 kilowatt-hour equal to 15,000 revolutions. The meter completes 150 revolution during 50 seconds. What is the power in the circuit? ഓക്കെ. അപ്പോൾ നമുക്ക് പവർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു നെയിം പ്ലേറ്റ് ഓഫ് ആൻ എനർജി മീറ്റർ റീഡ്സ് 1 kilowatt-hour എന്ന് പറയുന്നത് 1500 റെവല്യൂഷൻസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ദ മീറ്റർ കംപ്ലീറ്റ്സ് 150 റെവല്യൂഷൻസ് ഡ്യൂറിങ് 50 സെക്കൻഡ്സിൽ 150 റെവല്യൂഷൻസ് കംപ്ലീറ്റ് ആവും. അങ്ങനെ വാട്ട് ഈസ് ദ പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? 100 ആണോ, 720 ആണോ, 600 ആണോ, 1000 ആണോ? ഏതായിരിക്കും? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാം. എനർജി കൺസ്യൂംഡ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് റെവല്യൂഷൻസ് മെയ്ഡ് പെർ കിലോവാട്ട്-അവർ. ഓക്കെ. നമ്മുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നിട്ടുള്ളതൊക്കെ എഴുതാം. എത്ര റെവല്യൂഷൻസ് ആണ്? ഇറ്റ് ഈസ് 150. അപ്പം 150 ഡിവൈഡഡ് ബൈ റെവല്യൂഷൻസ് പെർ കിലോവാട്ട്-അവർ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, നമ്മുടെ 15,000. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.01 kilowatt-hour കിട്ടും. ഓക്കെ. അടുത്ത നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള? പവറാണ് കണ്ടുപിടിക്കാനുള്ളത്. പവർ ഇൻ ദ സർക്യൂട്ട്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ഇൻ കിലോവാട്ട്-അവർ ബൈ ടൈമാണ്, ടൈം ഇൻ അവേഴ്സ് അല്ലേ? എനർജി ബൈ ടൈമാണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ എനർജി നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 0.01 ഡിവൈഡ് ബൈ ടൈം എന്താണ്? ടൈം എത്രയാണ്? എത്ര സെക്കൻഡ്സ് ആണ്? 50 സെക്കൻഡ്സ്. ഇപ്പോൾ kilowatt-hour ആണ്. അപ്പം നമ്മൾ അതിൽ അവറിലോട്ടാക്കണം. അപ്പോൾ 50 by 3600. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ വന്നിട്ട് 720 വാട്ട് കിട്ടും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ എനർജി ഈക്വൽ ടു എന്താണ്? റെവല്യൂഷൻസ് മെയ്ഡ് ഡിവൈഡ് ബൈ റെവല്യൂഷൻ പെർ കിലോവാട്ട്-അവർ, ദാറ്റ് ഈസ് 150 by 15,000, 0.01 kilowatt-hour കിട്ടും. നമുക്ക് പവറാണ് കണ്ടത്. പവർ ഈക്വൽ ടു എനർജി ബൈ ടൈം. എനർജി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് 0.01 ഡിവൈഡ് ബൈ ടൈം വന്നിട്ടുണ്ട് 50 സെക്കൻഡ്സ്. അതിനെ എന്താണ്? അവറിലോട്ട് ആക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 3600. ഓക്കെ. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 720 നമ്മൾ കിലോ വാട്ടിലാണ് കിട്ടുന്നത്. നമ്മൾ അതിനെ ഇൻറ്റു 1000 കൂടെ ചെയ്യാം. 0.72 കിലോ വാട്ടെന്ന് കിട്ടും. ഇൻറ്റു 1000 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് വാട്ടിലാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ അതിലോട്ട് നമ്മൾ ആക്കണം. അപ്പം നമുക്ക് 720 വാട്ട് കിട്ടും. ഓക്കെ. ചെയ്ത് നോക്കുക എല്ലാവരും. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ അമ്മീറ്റർ വിത്ത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ഓഫ് 100 മൈക്രോ ആംപിയർ ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് 100 ohm ഈസ് റിക്വയർഡ് ടു മെഷർ എ മാക്സിമം കറണ്ട് ഓഫ് 10 മില്ലി ആംപിയർ. ദ ഷണ്ട് റെസിസ്റ്റൻസ് വാല്യൂ ഈസ്. ഒരു അമ്മീറ്റർ ഉണ്ട് വിത്ത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് വന്നിട്ടുണ്ട് 100 മൈക്രോ ആംപിയർ. അതുപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് 100 ohm ഉണ്ട്. ഈസ് റിക്വയർഡ് ടു മെഷർ എ മാക്സിമം കറണ്ട് ഓഫ് 10 മില്ലി ആംപിയർ. ഷണ്ട് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്? നമുക്കൊരു ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനിതിവിടെ എഴുതാം. ആർ ഷണ്ട് ഈക്വൽ ടു, ഓക്കെ, അപ്പുറത്തെ പേജിൽ എഴുതാം. ഓക്കെ, അവിടെ എഴുതാം. ആർ ഷണ്ട് ഈക്വൽ ടു, അപ്പോൾ അത് നോക്കട്ടെ, നിങ്ങൾ ആൻസറാണ്, അതിൻ്റെ ആൻസറാണ്. ആർ ഷണ്ട് ഈക്വൽ ടു RM ഡിവൈഡഡ് ബൈ I/IM -1. ഓക്കെ. RM എന്ന് പറയുന്നത് ആർ ഷണ്ട് ഈക്വൽ ടു RM ഡിവൈഡ് ബൈ I/IM -1 ആണ്.
RM എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി കോയിലാണ്. R ഷണ്ട് റെസിസ്റ്റൻസ്, I എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാക്സിമം കറണ്ട്, IM എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. ഓക്കെ, പിന്നെ തന്നിട്ടുള്ളതൊക്കെ എടുത്ത് എഴുതാം. R വന്നിട്ടുണ്ട് എത്രയാണ് 100 ഡിവൈഡഡ് ബൈ I മാക്സിമം കറണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്യണം. മില്ലി ആംബിയറിലെല്ലാം നമ്മൾ മൈക്രോ ആംബിയർ എല്ലാം കൺവേർട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. I/IM I എത്രയാണ് 10 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 10 ഇൻറ്റു 10⁻⁻6. ഓക്കെ, എത്രയാണ് 100 മൈക്രോ ആംബിയറും 10 മില്ലി ആംബിയറും. അപ്പോൾ 100ഉം അതൊക്കെ ആംബിയറിലോട്ടാക്കി കൺവേർട്ട് ചെയ്ത് നോക്കൂ. -1 ഇട്ട് ചെയ്ത് നോക്കൂ. അന്നേരം നമുക്ക് ആൻസർ വന്നിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ആൻസർ വന്നിട്ട് എത്ര കിട്ടും? 1.10 ആണോ? ഏതാണ്? 1.01. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്. 1.01 ഓം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർമുല? R ഷണ്ട് ഈക്വൽ ടു RM ഡിവൈഡ് ബൈ I/IM -1 ആണ്. 100 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 100 ഇൻറ്റു 10⁻6 -1 ചെയ്ത് നോക്കുക. അപ്പോൾ 1.01 കിട്ടും. ഓക്കെ, ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ മൂവിംഗ് കോയിൽ ഓഫ് എ വോൾട്ട്മീറ്റർ കൺസിസ്റ്റ് ഓഫ് 100 ടേൺസ് around on a square former which has a length of 330 mm and flux density in the air gap is 0.09 Weber per meter square. The deflecting torque on the coil when carrying a current of 10 milliampere is. ഒരു മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ ഉണ്ട്, 100 ടേൺസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലെങ്ത് തന്നിട്ടുണ്ട്, ഫ്ലക്സ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓൺ ദി കോയിൽ വിച്ച് ക്യാരി എ കറണ്ട് ഓഫ് 10 milliampere. ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടോർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു ഫോഴ്സ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു എന്താണ്? നമ്മുടെ ആ ലെങ്ത്. ഓക്കെ, എഫ് ഇൻറ്റു ലെങ്ത് ആണ്. ഓക്കെ, നമ്മുടെ എഫിന് ഒരു ഫോർമുല ഉണ്ട്. നമ്മൾ എഫിന് ഫോർമുല പഠിച്ചിട്ടുണ്ട്. എഫ് ഈക്വൽ ടു NBIL ഇൻറ്റു L. ഓക്കെ, എഫിൻ്റെ ഫോർമുലയാണ് NBIL. വേറെ N എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ എത്ര? 100 ആണ്. L എന്ന് പറഞ്ഞാൽ 30 millimeter. നമ്മൾ അവനെ മീറ്ററിലോട്ട് ആക്കുക. അപ്പോൾ 0.03 മീറ്റർ വരും. B എന്നിട്ടുണ്ട് 0.09 വെബർ പെർ മീറ്റർ സ്ക്വയർ. I ഈക്വൽ 10 milliampere ആണ്. അതിന് ആംബിയറിലോട്ട് ആക്കണം. അപ്പോൾ 0.01 ആവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് എത്ര കിട്ടും? 8.1 ഇൻറ്റു 10⁻⁻6 ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ആണ്. അതായത് NBIL, ഫോഴ്സ് കാണാനുള്ള ഫോർമുലയാണ് NBIL ഇൻറ്റു L. അപ്പം എന്താ കിട്ടും? NBIL² കിട്ടും. അപ്പോൾ എല്ലാം വാല്യൂസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. A 5 ampere 230 volt meter on full load unity power factor test make 72 revolutions in 360 seconds. The normal disk speed is 600 revolution per kilowatt hour. What is the percentage error? Okay, ഒരു 5 ampere 230 volt meter ഉണ്ട്. ഓൺ എ ഫുൾ ലോഡ് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. മേക്ക് 72 revolution in 360 seconds ആണ്. ഓക്കെ, നോർമൽ ഡിസ്ക് സ്പീഡ് വന്നിട്ടുണ്ട് എത്ര? 600 revolution per kilowatt hour ആണ്. നമുക്ക് പെർസെൻറ്റേജ് എറർ ആണ് കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ? ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ നമ്മുടെ A ലെവലിനൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മീറ്റർ കോൺസ്റ്റൻറ്റ് K ഈക്വൽ ടു എന്നാണ് റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ. ഓക്കെ, തന്നിട്ടുള്ളതൊക്കെ നമുക്ക് എഴുതിയിടാം. K എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? എത്ര റെവല്യൂഷൻസ് ആണ്? 600 ഈക്വൽ ടു റെവല്യൂഷൻസ്. എത്ര റെവല്യൂഷൻസ് ആണ്? 72 ഡിവൈഡഡ് ബൈ കിലോവാട്ട് ഇൻറ്റു നമ്മുടെ അവർ എന്ന് പറയുമ്പോൾ ടൈമാണ്. ടൈം എത്രയാണ് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ? എത്രയാണ് ടൈം? 360 seconds ആണ്. അപ്പോൾ നമ്മൾ അതിനെ അവറിലോട്ട് ആകണം. അപ്പോൾ എന്താണ്? ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ 3600 ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ K ഈക്വൽ റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ അല്ലേ? റെവല്യൂഷൻ തന്നിട്ടുണ്ട് 600 ഈക്വൽ ടു എത്രയാണ്? 72 റെവല്യൂഷൻ അല്ലേ? 72 ഡിവൈഡ് ബൈ കിലോവാട്ട്. നമുക്ക് കിലോവാട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കിലോവാട്ട് ഈക്വൽ ടു അവറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 1.2 കിലോവാട്ട് കിട്ടും. അതായത് K ഈക്വൽ ടു റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ ആണ്. K തന്നിട്ടുണ്ട് 600 ഈക്വൽ ടു റെവല്യൂഷൻ തന്നിട്ടുണ്ട് 72 ഡിവൈഡ് ബൈ കിലോവാട്ട് ഇൻറ്റു അവറിന് നമുക്ക് എന്താണ് ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 360 seconds ആണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം, അവറിലോട്ടാകണം. അപ്പോൾ 360 ഡിവൈഡ് ബൈ 3600. അപ്പോൾ ചെയ്യുമ്പോൾ 1.2 കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള പവർ കണ്ടുപിടിക്കുക. പവർ എന്ന് പറയുന്നത് നമുക്ക് വോൾട്ടേജും തന്നിട്ടുണ്ട്. VI വെച്ച് പവർ നമുക്ക് കിട്ടി 1.15 കിലോ വാട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാമല്ലോ. പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു ഈ 1.2 മൈനസ് ഇവിടെ കിട്ടിയ 1.15 ഡിവൈഡഡ് ബൈ 1.2 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ വന്നിട്ട് 4.17. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന മെത്തേഡ് എഴുതിയിട്ടുണ്ട്, അത് ചെയ്ത് നോക്കൂ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് ദ ഡിഫ്ലക്ഷൻ ടോർക്ക്
ടി ഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട് ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട് ആണോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട് ആണ് ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറയുന്നത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡക്റ്റൻസ് അഫക്ട് ദി ഡയറക്റ്റ് കറണ്ട് ഡി സി ഫ്ലോ only at the time of turning off, only at the time of turning on, at the time of turning on and off, at all the time of operation. എപ്പോഴാണ് ഇൻഡക്റ്റൻസ് നമ്മുടെ ഡി സി കറണ്ട് ഫ്ലോയിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. അറ്റ് ദ ടൈം ഓഫ് ടേണിംഗ് ഓൺ ആൻഡ് ഓഫ് ആണ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എ സൈൻ വേവ് വിത്ത് പീക്ക് വാല്യൂ ഇ മാക്സ് ആണ്. എങ്ങനെയാണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.636 ഇ മാക്സ് ആണോ, 0.707 ഇ മാക്സ് ആണോ, 0.434 ഇ മാക്സ് ആണോ, അതോ 1.414 ഇ മാക്സ് ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഇസ് ഓപ്ഷൻ എ, അതായത് 0.636 ഇ മാക്സ് ആണ്. ആവറേജ് വാല്യൂ ആണ് അങ്ങനെ വെച്ചിട്ടുള്ള ആവറേജ് വാല്യൂ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക് ഈസ് കോൾഡ് ലീസ്റ്റ് ഇൻ, കോൾഡ് അല്ല, ലീസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്കിനെ ഫുൾ ലോഡ് ടോർക്കിനെ റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഏതിനാണ്? ഡി സി സീരീസ് മോട്ടറാണോ, ഷണ്ട് ആണോ, കോമ്പൗണ്ട് ആണോ, നൺ ഓഫ് ദി എബോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ഡി സി ഷണ്ട് മോട്ടറാണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ അയൺ കോർ ഫ്രം ആൻ അയൺ കോഡ് കോയിൽ ഈസ് റിമൂവ്ഡ് സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എയർ കോഡ്. ദി ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ ഈസ് അയൺ കോർ ഫ്രം ആൻ ഒരു അയൺ കോഡ് കോയിൽ നമ്മൾ അയൺ കോർ റിമൂവ് ചെയ്യൂ, അങ്ങനെ അത് എയർ കോറായി മാറി. അങ്ങനെ ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ എന്ത് പറ്റും? റിമെയിൻസ് സെയിം ആണോ, ബിക്കം സീറോ ആണോ, ഡിക്രീസ് ആണോ, ഇൻക്രീസ് ആണോ? എന്ത് പറ്റും? ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ കുറയാണ് ചെയ്യുന്നത്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് ഫോർ ജെർമേനിയം 0.12 ഇലക്ട്രോൺ വോൾട്ട് ആണോ, 0.32 ഇലക്ട്രോൺ വോൾട്ട് ആണോ, 0.72 ഇലക്ട്രോൺ വോൾട്ട് ആണോ, 7.2 ഇലക്ട്രോൺ വോൾട്ട് ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്, 0.72 ഇലക്ട്രോൺ വോൾട്ട്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിവേഴ്സ് ബയാസ് വെൻ ദ റിവേഴ്സ് ബയസ് ഇസ് അപ്ലൈഡ് ടു എ ജംഗ്ഷൻ ഡയോഡ്. നമ്മളൊരു ജംഗ്ഷൻ ഡയോഡിൽ റിവേഴ്സ് ബയസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? മൈനോറിറ്റി കാരിയർ കറണ്ട് ഇൻക്രീസ് ആവുകയാണോ, മെജോറിറ്റി കാരിയർ കറണ്ട് ഇൻക്രീസ് ആവുകയാണോ, പൊട്ടൻഷ്യൽ ബാരിയർ കുറയാണോ, പൊട്ടൻഷ്യൽ ബാരിയർ കൂടുകയാണോ? എന്താണ് പറ്റുന്നത്? പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, എ ഫുൾ വേവ് റെക്ടിഫയർ വിച്ച് യൂസസ് 2 ഐഡിയൽ ഡയോഡ്സ്, ദ അപ്രോക്സിമേറ്റ് റിലേഷൻഷിപ്പ് ആർ. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. വി ഡി സി ഈക്വൽ ടു 2Vm/π ആണ്. അതുപോലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഈക്വൽ ടു 2Vm. ഈ ഇക്വേഷനൊക്കെ പഠിക്കുക കേട്ടോ. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എ 4 ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ് ക്ലെയിംഡ് ടു ഹാവ് ദി ഫോളോയിങ് അഡ്വാൻറ്റേജസ് ഓവർ എ 2 ഡയോഡ് സർക്യൂട്ട്. അതായത് ഒരു ഫുൾ വേവ് റെക്ടിഫിക്കേഷനാണ്, 4 ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ഫോളോയിങ് അഡ്വാൻറ്റേജ് എന്നിട്ടുണ്ട്. ഓവർ എ 2 ഡയോഡ് സർക്യൂട്ട്, ലെസ് എക്സ്പെൻസീവ് ട്രാൻസ്ഫോമർ ആണോ, സ്മോളർ സൈസ് ട്രാൻസ്ഫോമർ ആണോ, അതോ സ്യൂട്ടബിലിറ്റി ഫോർ ഹയർ വോൾട്ടേജ് ആപ്ലിക്കേഷൻ ഓഫ് ദീസ് ആണോ? ഇതിൽ അതായത് 3 ഓപ്ഷൻ എന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫുൾ വേവ് റെക്ടിഫിക്കേഷന് 4 ഡയോഡ് ഉണ്ട്. അതിൽ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓവർ ദ 2 ഡയോഡ് സർക്യൂട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. ഓൺലി 1ഉം 2ഉം മാത്രമേ ട്രൂ, അതായത് ലെസ് എക്സ്പെൻസീവും ആണ്, അതുപോലെ സ്മോളർ സൈസ് ട്രാൻസ്ഫോമറും ആണ്. അതാണ് 1ഉം 2 മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓക്കെ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഫോർ ദി ബേസിക് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ? ഓക്കെ. ബേസിക് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? കോമൺ ബേസ് കോൺഫിഗറേഷൻ ഹാസ് ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് എ ലോ കറണ്ട് ഗെയിൻ ആണോ, അത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഹാസ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആൻഡ് ഹൈ വോൾട്ടേജ് ഗെയിൻ ആണോ, അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഹാസ് വെരി പുവർ വോൾട്ടേജ് ഗെയിൻ ബട്ട് വെരി ഹൈ ഇംപിഡൻസ് ആണോ, അത് കറണ്ട് ഗെയിൻ ഓഫ് കോമൺ ബേസ് കോൺഫിഗറേഷൻ ഈസ് ഹയർ ദാൻ ദ കറണ്ട് ഗെയിൻ ഓഫ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ? ഇപ്പോൾ ഒരു ബേസിക് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. കോമൺ ബേസ് കോൺഫിഗറേഷൻ ഹാസ് ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് എ ലോ കറണ്ട് ഗെയിൻ. ഓപ്ഷൻ എ ആണ് ആൻസർ കറക്റ്റായി വരുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. നിങ്ങൾ പഠിക്കുക. ഓക്കെ. ലൈവ് വരാൻ മറക്കരുത്. എല്ലാവരും ലൈവ് വരിക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഓക്കെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതോടൊപ്പം തന്നെ നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ അഡ്മിഷനും ക്ലോസ് ആയിട്ടില്ല. ഓക്കെ. ഇൻട്രസ്റ്റ് ആയുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു.